നമസ്കാരം. അഘോര വിഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദ്രമായ സ്വാഗതം. ഇന്ന് അഘോര വിഷനിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സാമ്പത്തിക അഭിവൃദ്ധി അല്ലെങ്കിൽ ധനാഭിവൃദ്ധി എന്നൊക്കെ ആണ് നമ്മൾ പറയുമെങ്കിലും പച്ച മലയാളത്തിൽ പറഞ്ഞ പൈസയുടെ വരുമാനക്കുറവ്. പണം അധികാർക്കും വരുമാനമില്ല. വരുമാനം ഉണ്ടാവാൻ എന്തെങ്കിലും ഒരു ജോലി നമുക്ക് നിർബന്ധമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സുകൾ വേണം. ഏതെങ്കിലും തരത്തിലൂടെ പണം കയ്യിലെത്താൻ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പണം എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്, പൊതുവെ ആർക്കും അറിയാവുന്ന കാര്യമാണ്. വലിയ വലിയ സാമ്പത്തികമുള്ളവർക്ക് വലിയ വലിയ ചെലവുകളാണ് ഉണ്ടാവുക. അവർക്ക് കോടികളുടെ ആവശ്യം വരും. ലക്ഷങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ലക്ഷങ്ങളുടെ ആവശ്യം വരും. സാധാരണക്കാർക്ക് ആയിരക്കണക്കിന് ഉറുപ്പിയുടെ ആവശ്യങ്ങളാണ് വരിക. അപ്പോൾ ഓരോ സ്റ്റേജിനനുസരിച്ച് ആൾക്കാരുടെ ധനത്തിലും മാറ്റങ്ങളും ആവശ്യങ്ങളും വരാറുണ്ട്. കാരണം ധനം കൂടിയ ആൾക്കാർക്ക് കൂടുതലായി ധനം ചെലവുണ്ടാവാം. അപ്പൊ അതിനനുസരിച്ച് ചെലവ് വരും. സാധാരണക്കാർക്ക് ആ ലെവലിലുള്ള ചെലവ് ഉണ്ടാവാറുണ്ട്. അപ്പൊ എപ്പോഴും ധനം ഇല്ല 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 എന്നുള്ളതിനാണ് എല്ലാവരുടെയും ആവശ്യം. ധനം ഉണ്ടാവണം എന്നുള്ള ആവശ്യം. അപ്പൊ ധനം ഇല്ല ഇല്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയാറുള്ളത്. അപ്പോ ഈ പണം ഉണ്ടാവാൻ പല വഴികളും നമ്മൾ നോക്കാറുണ്ട്. പല രീതികളിലും പല കാര്യങ്ങളും ഞാൻ ഈ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സഹോദരങ്ങളായ എല്ലാവർക്കും ഒരു ഉപകാരമാവട്ടെ, ഇതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഗുണം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡിലൂടെ നിങ്ങൾ കാണുന്ന ഓരോ എപ്പിസോഡും നിങ്ങൾക്ക് ഒരു ഗുണമാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം നിങ്ങൾ ഇത് ചെയ്തു നോക്കിയാൽ, 10 ആള് ചെയ്താൽ തീർച്ചയായിട്ടും ഒരു 6 ആൾക്ക് എന്തായാലും പൂർണ്ണ ഫലം ലഭിക്കും എന്നുള്ളതാണ്. ബാക്കി 4 ആൾക്കാർക്ക് ഒരു പകുതി ഫലങ്ങൾ ലഭിക്കാതിരിക്കില്ല. കാരണം എല്ലാവർക്കും ഒരേപോലെ ഫലിക്കണമെന്നില്ല. നമ്മളിൽ ഉണ്ടാവുന്ന ചില നെഗറ്റീവ് എനർജികൾ, അത് ഇത്തരം എന്ത് ചെയ്താൽ പോലും നമുക്ക് ധനാഭിവൃദ്ധിയെ തടഞ്ഞു നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോഴാണ് നമുക്ക് എന്താണ് ഇതൊക്കെ ചെയ്തിട്ടും, നമുക്ക് എങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ഈ ധനം ഉണ്ടാവാൻ വേണ്ടി പല പൂജകൾ ചെയ്തു, പല തരത്തിലുള്ള ആചാരങ്ങൾ അനുഷ്ഠിച്ചു പോന്നു, എന്നിട്ടും ജോലി ചെയ്യുന്നുണ്ട്, എന്നിട്ടും നമ്മളെ കയ്യിൽ 10 രൂപ മിച്ചം വെക്കാനില്ല, എല്ലാം ചെലവായി പോകുന്നു എന്നുള്ള പരാതി കൊണ്ടും പലരും പറയാറുണ്ട്. അപ്പൊ ഇത്തരം അവസരങ്ങളിൽ ഇതൊക്കെ ചെയ്തിട്ടും നമുക്ക് വരുമാനമില്ല, എന്നിട്ടും കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു അസ്ട്രോളജറെ കാണേണ്ടതാണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് ഒന്ന് ആ ഗ്രഹനില ഒന്ന് പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ പരിശോധിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ എന്താണോ നിങ്ങളുടെ ധനത്തിന് തടസ്സം വന്നിരിക്കുന്നത്, ആ ഒരു കാരണം എന്താണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ കാരണത്തെ നമ്മൾ ഒരു പൂ പറിക്കുന്ന പോലെ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്കും നിങ്ങൾക്കും ധനാഭിവൃദ്ധി ഉണ്ടാവാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ തൊടുന്ന മേഖലകളെല്ലാം പൊന്നായി വരാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾ ഒരു നല്ല ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിനും കുട്ടികൾക്കും ഭാര്യയ്ക്കും എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാൻ ആ ഒരു സാഹചര്യം എടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ നല്ല നല്ല പുതിയ പുതിയ അറിവുകൾ കിട്ടാൻ വേണ്ടി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അതേപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക്, ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ ലൈക്കും കമന്റും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ധനമില്ല എന്നാണ് പറഞ്ഞു വന്നത്. അപ്പൊ ധനമില്ലാത്തവർ എന്താ ചെയ്യേണ്ടത്? ധനമുള്ളവർക്കും ചെയ്യാട്ടോ. ആ ഉള്ള ധനം നിലനിൽക്കാൻ വേണ്ടിയിട്ടും അതിൽ കുമിഞ്ഞു കൂടാൻ വേണ്ടിയിട്ടും, ഇല്ലാത്തവർക്ക് അവരുടെ ജീവിതം വൃത്തിക്ക് വേണ്ടി ഉള്ള ധനം ഉണ്ടാവാനും അത് മെല്ലെ ക്രമേണ അത് വർദ്ധിച്ചു വരാനും കുബേരന്റെ പ്രീതി നിർബന്ധമാണ്. അങ്ങനെ കുബേരന്റെ പ്രീതി ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ധനധാന്യ സമൃദ്ധി നമ്മുടെ വീട്ടിലും നമ്മളിലും ഉണ്ടാവും. അത് നിലനിൽക്കുകയും ചെയ്യും. ഈ കുബേര പ്രീതി നിലനിർത്തി കൊണ്ടുപോകുന്നിടത്തോളം കാലം നമ്മളിൽ ധനധാന്യ സമൃദ്ധി തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി പണ്ട് കാലങ്ങളിൽ ചില തറവാടുകളിലൊക്കെ കുബേര പ്രീതിക്കായിട്ട്
കുബേര കളം വരയ്ക്കാറുണ്ട്. കുബേര കളം വരച്ച് അതിൽ ചുവന്ന പുഷ്പവും നാണയവും വെച്ചിട്ട് അതിനെ നിലവിളക്ക് കൊളുത്തി പൂജിക്കാറുണ്ട്. ആ പതിവ് ഇന്നും പല തറവാടുകളിലും നടന്നു വരുന്നുണ്ട്. കാരണം ഈ ബ്രാഹ്മണ വിവാഹ ആൾക്കാർ കൂടുതലായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് അതൊക്കെ. കാരണം ഇത്തരം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് കുബേര പ്രീതി ലഭിക്കുകയും അതും തൽഫലമായിട്ട് നമുക്ക് ധനധാന്യ സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഇതിനെ മെയിൻ്റെനൻസ് ചെയ്ത് പോയിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നല്ല അഭിവൃദ്ധിയും ഉയർച്ചയും ജീവിതത്തിൽ ഉണ്ടാവും. അത്തരം കുടുംബങ്ങളും അത്തരം തറവാടുകൾ ഇന്നും ക്ഷയിക്കാതെ അത് ധാന്യ സമൃദ്ധിയോടുകൂടി അവർ ഇന്നും നല്ല രീതിയിൽ ജീവിച്ചു പോരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സംഖ്യായന്ത്രമാണ്. അതായത് കുബേര മാന്ത്രിക ചതുരം എന്ന് പറയും, അഥവാ കുബേര മാന്ത്രിക സംഖ്യായന്ത്രം. ഇത് ശരിക്ക് വേണ്ട രീതിയിൽ വരച്ച് നമ്മുടെ പേഴ്സിൽ മടക്കാതെ വെക്കുക. മടക്കരുത്, മടക്കി അതിന്റെ ഫലമില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇത് മടക്കാതെ പേഴ്സിൽ വെക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ അലമാരയിൽ വെക്കുകയോ ചെയ്യാം. ഇത് മടക്കാതെ വെക്കുക എന്ന് പറഞ്ഞാൽ വലിയ പേപ്പറിൽ എഴുതേണ്ട ആവശ്യമില്ല, ചെറിയൊരു പേപ്പറിൽ വരച്ച് വെച്ചാൽ മതി കേട്ടാ. അങ്ങനെ വരച്ചു കഴിഞ്ഞിട്ട് ആ യന്ത്രം മടക്കാതെ പേഴ്സിൽ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നോക്കിക്കോളൂ, നിങ്ങളുടെ ജീവിതത്തിൽ വൻ മാറ്റങ്ങൾ തന്നെ സംഭവിക്കും. അത്ഭുതകരമായ മാറ്റം ജീവിതത്തിൽ ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് പറയാം. അത് അച്ചട്ടായിരിക്കും ഈ യന്ത്രം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. 3 കള്ളികൾ ഒരു പേപ്പറിൽ വരയ്ക്കുക. തലങ്ങും വിലങ്ങായിട്ട് 3 കള്ളികൾ. അത് കൃത്യമായിട്ട് ഞാൻ വരച്ചിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതിൽ എഴുതേണ്ട സംഖ്യ, 3 കള്ളികളിലായിട്ട് എഴുതേണ്ട സംഖ്യ 27, 20, 25, 22, 24, 26, 23, 28, 21. ഇത്രയും സംഖ്യകളാണ് എഴുതേണ്ടത്. ആ സംഖ്യകൾ ഞാൻ കൃത്യമായിട്ട് വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപടി അതേപോലെ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ധനത്തിന് മുട്ടുവരില്ല, ധനം ധാരാളം വർദ്ധിച്ചു വരും. ഇത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ധനധാന്യ സമൃദ്ധിയോടുകൂടി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെന്ന് ഉറപ്പാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഒരു പരീക്ഷണത്തിനായി ചെയ്യരുത്, നല്ല വിശ്വാസത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ ഫലം സുനിശ്ചിതമാണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ സംഖ്യായന്ത്രം വരച്ചതിന് ശേഷം കൃത്യമായിട്ട് കുബേരന്റെ ഒരു മന്ത്രം കൂടിയുണ്ട്, അതും കൂടി അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ധനധാന്യ സമൃദ്ധി ഉറപ്പിച്ച് പറയാം. നിങ്ങൾക്ക് ധനം കളിയാടും വീട്ടിൽ വന്നിട്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് വരയ്ക്കേണ്ട രീതി ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഈ യന്ത്രമുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു മന്ത്രം 108 ജപിക്കുന്നതും വളരെ നല്ലതാണ്. ഈ മന്ത്രം യന്ത്രത്തിന്റെ അടിഭാഗത്തായിട്ട് ഒരു സൈഡിൽ എഴുതി വെക്കുന്നതും വളരെ നല്ലതാണ്. ഈ മന്ത്രം ജപിക്കാൻ കഴിയുന്നവർക്ക് ഈ മന്ത്രം ജപിക്കുക 108. ഈ യന്ത്രം എഴുതി പേഴ്സിൽ മടക്കാതെ വെക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും 41 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങളുടെ ധനത്തിന് മാറ്റം വരുന്നത് കാണാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞു തന്നു. ഇനി അത് മന്ത്രം 108 ജപിക്കേണ്ട മന്ത്രമാണ് പറയുന്നത്. ഞാൻ ഈ സ്ക്രീനിൽ എഴുതി കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്നാലും ഞാൻ ഇവിടെ ഒന്ന് ഒരു ചൊല്ലി തരാം. മന്ത്രം ഇങ്ങനെയാണ്: ഓം ശ്രീം ഓം ഹ്രീം ശ്രീം ഓം ഹ്രീം ശ്രീം ക്ലിം വിത്വേശ്വരായ നമ എന്നാണ് മന്ത്രം. ഈ മന്ത്രം 108 ഊരാണ് ജപിക്കേണ്ടത്. തീർച്ചയായിട്ടും ധനത്തിൽ അഭിവൃദ്ധി ഉണ്ടാവും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് ചെയ്യുക. നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ തടസ്സപ്പെട്ട് ഇരിക്കുന്ന ധനം തടസ്സം മാറി നിങ്ങളുടെ കയ്യിലെത്തുന്നതായിരിക്കും. എന്തായാലും ദുർവ്യയം ചെയ്യാതിരിക്കുക. അതായത് അനാവശ്യമായ പാഴ്ചെലവുകൾ ചെയ്ത് നശിപ്പിക്കാതിരിക്കുക. അങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു കുബേര സ്ഥാനത്ത് നിന്നും കുചേലനായി മാറിപ്പോകേണ്ട അവസ്ഥ ഉണ്ടാവും. അല്ലാതെ കൃത്യമായിട്ട് ഇത് കൊണ്ടു നടന്നാൽ കുബേരൻ നിങ്ങളെ അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും ധനാഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഉണ്ടാവാൻ വേണ്ടി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.